ഹായ്, എല്ലാവർക്കും നമസ്കാരം. കണ്ടേ, നമ്മുടെ ജസ്ന സലീം വരച്ച ഫോട്ടോയ്ക്ക് മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. കണ്ടോ, ഭഗവാന്റെ ഫോട്ടോ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ല കേട്ടോ കാര്യങ്ങളുടെ ആ ഒരു കിടപ്പെന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചുള്ള ആ ഒരു ജീവമാതാവിലെ പ്രശ്നങ്ങളും കുറേ വേറെ പ്രശ്നങ്ങളും കാരണമാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ജസ്ന സലീം ഇത്രയും പേര് എൻ്റെ വീഡിയോ എടുത്ത് പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഇത്രയും പേര് ആ ഒരു വീഡിയോ, അത് എൻ്റെ ഒരു 60,000 പേരോളം കണ്ട, 60-65,000 പേരോളം കണ്ട ഒരു വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് ഇത്രയും പേര് റിയാക്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് ജസ്ന സലീം അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ജസ്ന സലീം പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ റേറ്റിംഗ് കുറയും, അല്ലെങ്കിൽ അവളെ ആ വാല്യൂ പോവും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞാനിട്ട വീഡിയോയ്ക്ക് പ്രതികരിക്കാത്തത്. ആ ഫോട്ടോ ഇട്ട സമയത്ത് തന്നെയാണ് നമ്മുടെ സ്മൃതി എന്ന് പറയുന്നൊരു യൂട്യൂബർക്കുള്ള അവിഹിത ഗർഭവും പൊക്കിക്കൊണ്ട് വന്നത്. ഇപ്പം ഞാനൊരു ഹിന്ദുവാണ് യഥാർത്ഥത്തിൽ. ഞാൻ എന്താ പറയുന്നത്, എൻ്റെ ചാനൽ നോക്കുന്നവർക്കറിയാം, ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞത് ആരെയും ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ചാനൽ നോക്കുന്നവർക്കറിയാം ഞാനൊരു മതസൗഹാർദ്ദ ചാനലാണ് നടത്തുന്നത്. ഒരു പ്രത്യേക മതമോ അല്ലെങ്കിൽ ഒരു ജാതിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒന്നും ബലത്തിൽ നിൽക്കാതെ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ചാനലാണ്. അതുപോലെ തന്നെ ഞാനൊരു ഹിന്ദു ആയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഫോട്ടോ കണ്ടോ ആ ഫോട്ടോ ഞാനിപ്പോൾ ജസ്നയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആവുന്നു. ജൂൺ ആയപ്പോൾ ഒരു വർഷത്തോളമായി. അപ്പോൾ ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഹിന്ദുക്കളായിട്ടുള്ളവർ ഇനി പറ്റിക്കപ്പെടരുത്. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് ഇത്രയും പേര് റിയാക്ട് ചെയ്തിട്ടും ജസ്ന എന്തുകൊണ്ട് മിണ്ടുന്നില്ല അതെനിക്ക് അറിയണം. കാരണം അത്രയും പേര് ആ വീഡിയോ കണ്ടിട്ടും ഇത്രയും പേര് റിയാക്ട് ചെയ്തിട്ടും, ആ ഒരു വീഡിയോ വന്ന സമയത്താണ് കുറേ അവിഹിത ഗർഭങ്ങളും അതും ഇതും പൊക്കിക്കൊണ്ട് വന്നത്. ഇനി ആ ഒരു ഫോട്ടോ വാങ്ങിച്ചൊരു മനുഷ്യരും പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ കൂട്ട് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന. എൻ്റെ ആ മുമ്പത്തെ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ടറിയാം, ഒരൊറ്റ മനുഷ്യർ പോലും, അവളുടെ നാട്ടിൽ ഒരൊറ്റ മനുഷ്യർ പോലും അവളെ, അല്ലെങ്കിൽ ആ ഒരു മതത്തിൻ്റെ ഞാൻ പറയുന്നില്ല, ആ ഒരു മതത്തിൽപ്പെട്ട ഒരുപാട് പേരെന്നെ വിളിക്കുകയും ആ ഒരു കാര്യം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ആ മതത്തെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ജസ്ന സലീം അതിനെതിരെ പ്രതികരിക്കുന്നില്ല? ഞാനിട്ട ആ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനൊരു എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളത് ആ ഒരു കള്ളത്തരമായിട്ടാണത്. കാരണം അത്രയും നല്ല വ്രതങ്ങളോടും ചിട്ടകളോടും കൂടിയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിന് നമുക്കത് ചെയ്യേണ്ടുള്ളത്. അതൊന്നും ചെയ്യാതെ ആയിരിക്കാം അത് ചെയ്യുന്നതെന്നാണ് കുറേ പേര് കമൻ്റ് ഇട്ടത്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും എനിക്കൊരു ചെറിയൊരു പേടിയില്ലാതെ ഇല്ല ഈ ഫോട്ടോ ഇരിക്കുന്നത് കൊണ്ട്. പക്ഷേ എനിക്ക് ഭഗവാൻ്റെതായതുകൊണ്ട് എനിക്കത് കൊണ്ട് കളയാനും ഒരു പേടിയുണ്ട് എനിക്ക്. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞാൻ ഒരു ഹിന്ദുവാണ്. ആ ഹിന്ദുവായ ഞാൻ അവളുടെ ഇന്ന് ഫോട്ടോ വാങ്ങിച്ചിട്ട് ഇത്രയും എനിക്ക് വീഴ്ച പറ്റി എന്ന് ഞാൻ പരസ്യമായിട്ടാണ് പറഞ്ഞത്. രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരാളുടെ കൂടെയോ അല്ല പറഞ്ഞത്. ഞാൻ ഇത്രയും പരസ്യമായി പബ്ലിക്കായിട്ട് എൻ്റെ ചാനലിലൂടെ തന്നെ പുറം ലോകം അറിയിച്ചതാണ്. എന്നിട്ടും ജസ്ന സലീം അതിനെതിരെ പറയാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റേറ്റിംഗ് കുറയും. കാരണം 10 ഫോട്ടോ 5 ഫോട്ടോ ഇത്ര പേരൊക്കെ വാങ്ങിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് റേറ്റിംഗ് കുറയും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഫോട്ടോ ആരെങ്കിലും വാങ്ങിക്കാൻ മടിക്കും. അതുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാത്തതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി എന്തായാലും ആ ഫോട്ടോ വാങ്ങിച്ചാലും വഞ്ചിതരാവരുത് കേട്ടോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ജസ്ന സലീം ഇതിനെതിരെ പ്രതികരിക്കുമെന്നാണ് ആ ഒരു വീഡിയോ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പ്രതികരിക്കുന്നിടം വരെയും ഞാൻ ചെയ്യും. എനിക്കിതിന് രണ്ടിലൊരു തീരുമാനം എനിക്ക് അറിയണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചതാണ്. ഒരു പ്രതികരണ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും നമ്മളിപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നു, നമ്മളതിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ ആ നിർമ്മിച്ചത് തന്ന ആൾ നമുക്കതിന് ഉള്ള വിശദീകരണം തരും. അങ്ങനെയാണ് നാട്ടു നടപ്പ്. പക്ഷേ അതൊന്നും അനങ്ങുന്നില്ല, അല്ലെങ്കിൽ വേറെ ആ ഒരു കാര്യം മാത്രം മിണ്ടുന്നില്ല. കാരണം ആ ഒരു വീഡിയോ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുടുങ്ങും എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നന്ദി.